ഹായ്. അപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് എക്സാം. അപ്പോൾ എല്ലാവരും നല്ല കിടിലമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുമായിരിക്കുള്ളൂ. അപ്പോൾ ഈ സോഷ്യലിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ദ കീ ഏരിയ ടു ഫോക്കസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കും. അതിൽ നിന്ന് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്യും. എങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് വരാമെന്നൊക്കെ ഡിസ്കസ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് ഇതിൽ നിന്നുള്ള 1-2 മോഡൽ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം നമ്മളവിടെ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ശ്രദ്ധയോടെ ക്ലാസ് കാണുക. ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സെക്ഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്തേക്കുക. ഓക്കെ, സോ ഇതാണ് അവിടെ കീ ഏരിയ ടു ഫോക്കസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഭക്തി മൂവ്മെന്റ്. ടെക്സ്റ്റ് ബുക്കിലത്തെ പേജ് നമ്പർ കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് അഥവാ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ. മൂന്നാമത്തത് ആൾവാഴ്സ് നായനാഴ്സ്, ആഴ്വാന്മാരും അതേപോലെ നായനാർമാരും. നാലാമത്തത് ബസവണ്ണ അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ. അഞ്ചാമത്തത് മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെന്റ്, വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. പിന്നെ കബീറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഗുരു നാനാക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇമ്പാക്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ, ലാസ്റ്റ് ടോപ്പിക്കായിട്ട് സൂഫി പ്രസ്ഥാനം. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ചാപ്റ്ററിലോട്ട് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം. മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ്, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് ഭക്തി, അതേപോലെ ഭക്തി മൂവ്മെന്റ്. ഭക്തി എന്താണ്? ഭക്തി ഇസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് അവിടെ ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത്. ഇനി ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ കോൾഡ് ഭക്തി മൂവ്മെന്റ്. അതായത് ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് എന്തെന്നറിയപ്പെടുന്നത് ഭക്തി പ്രസ്ഥാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഭക്തി എന്താണ്, ഭക്തി മൂവ്മെന്റ് എന്താണ്? ഇപ്പൊ കാണിച്ച 9 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ട ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നത് ഭക്തി, ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ഇനി അടുത്തത് എന്താണ് ഭക്തി പ്രസ്ഥാനം? ഇതിനെ ബേസ് ചെയ്തിട്ട് ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളാണ് ഏത് നമ്മുടെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാലത്ത് ഉയർന്നു വന്ന ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഇവിടെ പറയും. ദ 2 ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ മൂവ്മെന്റ്സ് ദാറ്റ് സ്പ്രെഡ് അക്രോസ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഏത്? നമ്മുടെ ഭക്തി പ്രസ്ഥാനവും അതേപോലെ സൂഫി പ്രസ്ഥാനവും. ഏതൊക്കെയാണ്? ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. ക്ലിയർ ആണല്ലോ? സോ ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ അഥവാ ഭക്തി പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ദ ഭക്ത പോയറ്റ് who lived in South India composed hymns and devotional songs that expressed the unwavering devotion to their favorite deity. ഇഷ്ട ദൈവത്തോടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തിയെ സൂചിപ്പിക്കുന്നതിന് കീർത്തനങ്ങളും ഗീതങ്ങളും രചിച്ചിരുന്ന ഭക്ത കവികൾ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ എന്ത് ചെയ്തിരുന്നു? അവിടെ ജീവിച്ചിരുന്നു എന്നറിഞ്ഞിരിക്കുക. ദ ഭക്ത പോയറ്റ്സ് മാർക്ക് ചെയ്ത് വെച്ചോ. ആൾവാഴ്സ് നായനാഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഓക്കെ, ദ ഭക്ത പോയറ്റ്സ് were the devotees of Vishnu known as ആൾവാഴ്സ്. അതായത് ആഴ്വാന്മാർ എന്നറിയപ്പെട്ടിരുന്നവരാരായിരുന്നു? വിഷ്ണു ഭക്തരായിരുന്നു. അതേപോലെ ഡിവോട്ടീസ് ഓഫ് ശിവ നോൺ ആസ് നായനാഴ്സ്, അതായത് ശിവഭക്തരാണ് എന്തെന്ന് അറിയപ്പെട്ടിരുന്നത്? നായനാർമാർ എന്നറിയപ്പെട്ടിരുന്നത്. കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എന്താണ് നമ്മൾ പറഞ്ഞത്? ദ ഭക്ത പോയറ്റ്സ് ഹു ആർ ദ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, വിഷ്ണു ഭക്തർ എന്നറിയപ്പെട്ടിരുന്നു, ആഴ്വാന്മാർ എന്നറിയപ്പെട്ടിരുന്നു. അതേപോലെ ശിവഭക്തർ നായനാർമാർ എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഡിവോട്ടീസ് ഓഫ് ശിവ നോൺ ആസ് നായനാഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ ലാംഗ്വേജ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്. ഇത് ഇത്ര പോപ്പുലർ ആവാനായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം ഫാക്ടർ ഇതായിരുന്നു. പ്രാദേശിക ഭാഷകളിലാണ് കീർത്തനങ്ങളുടെ രചനയും അതേപോലെ ആലാപനവും അവർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്, അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ സവിശേഷതകളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ്. അതിൽ ഒരെണ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പ്. ദ കോമ്പോസിഷൻ ആൻഡ് ദ സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളുടെ കീർത്തനവും അതേപോലെ ആലാപനവും. രണ്ടാമത്തത്
രണ്ടാമത്തത് ഡീപ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡൈറ്റ്, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. മൂന്നാമത്തത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, സ്ത്രീകൾക്കും അവിടെ തുല്യ പങ്കാളിത്തം കിട്ടിയിരുന്നു. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും അവിടെ പ്രവേശനം ലഭിച്ചിരുന്നു. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, അതായത് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവുമായിരുന്നു മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകൾ. പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യമായിട്ട് വരാം. ഭക്തി എന്താണ്, ഭക്തി മൂവ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഭക്തി, 1 മാർക്കിന്റെ ചോദ്യം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്, 4 മാർക്കിന്റെ ചോദ്യം. അങ്ങനെ ഒരൊറ്റ ആക്ടിവിറ്റി ആയിട്ട് 5 മാർക്കിന്റെ ചോദ്യം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അടുത്തത് ബസവണ്ണ, കന്നഡ ദേശത്തെ മനുഷ്യ സ്നേഹി, ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശ. സോ ഈ ബസവണ്ണയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബസവണ്ണയെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അനുഭവ മണ്ഡപത്തെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? അനുഭവ മണ്ഡപം എന്താണ് നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ 12th century CE. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ഒരു ആത്മീയ ചർച്ചാ വേദിയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ബസവണ്ണ സ്ഥാപിച്ച ഒരു വേദിയാണ് ഇത് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. അല്ലാം പ്രഭു അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം, അതായത് അല്ലാം പ്രഭു അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇനി ഇതിലോട്ട് ആളുകളെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ ക്ഷണിച്ചിരുന്നത് യാതൊരു കാര്യങ്ങളിലും ഒരു വേർതിരിവില്ലാതെയാണ്. അതായത് എല്ലാവരും ഇതിൽ അലോ ചെയ്തിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അതിൽ ജാതിയോ മതമോ ലിംഗവിവേചനമോ ഒന്നും എന്ത് ചെയ്തിരുന്നില്ല, അവരവിടെ കൺസിഡർ ചെയ്തിരുന്നില്ല. എവരിവൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ ഇർറെസ്പെക്റ്റീവ് ഓഫ് caste and gender. ഇനി people used to come to അനുഭവ മണ്ഡപം for spiritual discussion and renewal of knowledge. ആത്മീയ ചർച്ചകൾക്കും പുതിയ അറിവൊക്കെ ലഭിക്കാനായിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഈ അനുഭവ മണ്ഡപത്തിലോട്ട് ആളുകൾ അവിടെ വന്നിരുന്നത്. The ideas that emerged in the discussion were conveyed to the people in the name of vajanas. ചർച്ചാ വേദിയിൽ ഉയർന്നു വന്ന കുറെ ആശയങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിലൂടെ വരുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അതിനെല്ലാം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വചനാസ് അഥവാ വചനങ്ങൾ എന്നുള്ള പേരിലാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. ബസവണ്ണ വാസ് എ ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ 12th century. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ആയിട്ടുള്ള ഒരു കവിയായിരുന്നു ആര്? നമ്മുടെ ഈ ബസവണ്ണ എന്ന് പറയുന്നത്. ഹി ഡിസൈഡഡ് ടു മേക്ക് people aware of the social religious discrimination that existed in the society and endeavored to wipe out them. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായിട്ടുള്ള വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആര് തീരുമാനിച്ചു? നമ്മുടെ ബസവണ്ണ തീരുമാനിച്ചു. ബസവണ്ണ പുട്ട് ഫോർവേഡ് എ വിഷൻ ബേസ്ഡ് ഓൺ ദ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, അപ്പോൾ 3 കാര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ബസവണ്ണയ്ക്ക് ഉണ്ടായത്. അത് ഏതെല്ലാമായിരുന്നു? 1 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ ബേസ് ചെയ്തിട്ടുള്ളത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷൻ ആയിരുന്നു. ഏതൊക്കെയാ? ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്. ഒന്നുകൂടെ പറഞ്ഞ് ഏതൊക്കെയാണ്? ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ മറ്റും തുടച്ചു നീക്കാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഈ പറഞ്ഞ 3 കാര്യത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. ഏതൊക്കെയാ? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി. ഈ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ത്രൂ ദ വീരശൈവ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ഹിം ഹി കോർഡിനേറ്റ് ദീസ് ഐഡിയാസ്. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്ക് അവിടെ കിട്ടിയല്ലോ. വീരശൈവ മൂവ്മെന്റ് സ്ഥാപിച്ചത്, വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ ബസവണ്ണ എന്നുള്ളൊരു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീരശൈവ മൂവ്മെന്റ് കൂടെ നമുക്ക് അവിടെ പഠിക്കാം. ത്രൂ ദ വീരശൈവ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ഹിം ഹി കോർഡിനേറ്റ്സ് ദീസ് ഐഡിയാസ്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് എന്ത് ചെയ്തത്? ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെന്റ്, വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? അപ്പോൾ പരമാവധി ഞാനിപ്പോൾ വായിക്കുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം 1 പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ഇതൊന്ന് പറഞ്ഞു നോക്കണം. പരമാവധി ഇപ്പം തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ വ്യാഴാഴ്ച പരീക്ഷ നമുക്ക് തകർക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ബ്രാഹ്മണിക്കൽ സൂപ്പർമസി ആൻഡ് ഓതന്റിസിറ്റി ഓഫ് ദ വേദാസ് വർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയും എന്ത് ചെയ്തു? അവിടെ ചോദ്യം ചെയ്തു. പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ. ജാതി വിവേചനത്തെയും അതേപോലെ സ്ത്രീ വിവേചനത്തിനുമെതിരെയും എന്ത് ചെയ്തു? ജനങ്ങളെ അവിടെ ബോധവൽക്കരിച്ചു. മോണോതിസം വാസ് എൻകറേജ്ഡ്, അതായത് ഏകദൈവ വിശ്വാസം എന്ത് ചെയ്തു? അവിടെ പ്രോത്സാഹിപ്പിച്ചു. കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? ബസവണ്ണ അവിടെ
ജനങ്ങൾ എന്ത് ചെയ്തു? ബോധ്യപ്പെടുത്തി. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് ദ മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവ എന്ത് ചെയ്തു? വിധവ പുനർവിവാഹം അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ബസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റിംഗ് ഹ്യൂമാനിസം ആൻഡ് ഈക്വാലിറ്റി. ഓക്കെ, യെസ്, കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വന്നത് സാർ. ഇത് നമ്മുടെ അശ്വിൻ സാറിന്റെ ക്രിയേറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. യെസ്, അതെ. ഞാൻ ചില സ്ലൈഡുകളൊക്കെ കാണും, ഇങ്ങനെ ചിന്തിക്കും. ഞാൻ അശ്വിൻ സാറിന്റെ മുഖം ഞാൻ പരുന്തതിൽ വന്നിട്ടില്ല, ഞാൻ ഒന്നും കാണിച്ചോട്ടെ സാർ, നോക്കി എങ്ങനെയുണ്ടായി? ഇതിന് അപ്രൂവൽ കൊടുത്ത നമ്മുടെ ഫാസിൽ സാറിന് അവർക്ക് അറിയാൻ പറ്റും എന്തായാലും. ഓക്കെ, ബസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റിംഗ് ദ ഹ്യൂമാനിസം ആൻഡ് ഇക്വാലിറ്റി. മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തി കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു ഉള്ളത്? ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ് ദ നേഷൻ വിൽ പ്രോസ്പർ. അതായത് ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഓൾ ഹ്യൂമൻ ബീങ്സ് വേർ ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽ പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം തുല്യ അവകാശങ്ങളാണ്. ഇന്റർമീഡിയറീസ് വേർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. അതായത് ഈശ്വര ആരാധനയ്ക്ക് ഒരു ഇടനിലക്കാരും ആവശ്യമില്ല. ദർ ഈസ് നോ ബർത്ത്, ലൈഫ് ഈസ് ലിവ് ദ ലൈഫ് ബ്ലിസ്ഫുള്ളി. പുനർജന്മം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. ബസവണ്ണയെ പറ്റിയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ സെക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയേക്കാം. അനുഭവ മണ്ഡപം, പിന്നെ വീരശൈവ മൂവ്മെന്റ്, അതിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നോക്കിയേക്കാം. അതാണ് ചോദിക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് കബീർ, ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ. കബീർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, കബീറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 90% ഈ ഒരു സെക്ഷൻ അതേപോലെ തന്നെ എഴുതാനായിട്ടായിരിക്കുമല്ലോ നമുക്കുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു വൺ വേർഡ് ആണ് കബീറിന്റെ കീർത്തനങ്ങളും ആശയങ്ങളും പ്രചരിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദോഹ. കേട്ടോ, കബീർ ദ പ്രൊപ്പഗേറ്റർ ഹിസ് ഐഡിയാസ് ത്രൂ സച്ച് ഹൈംസ് നോൺ ആസ് ദോഹ. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തന്റെ ആശയങ്ങൾ എന്ത് ചെയ്തത്? അവിടെ പ്രചരിപ്പിച്ചിരുന്നത്. കബീർസ് ദോഹ വേർ വെരി പോപ്പുലർ വിത്ത് ദ മാസസ് ആസ് ഹി കമ്പോസ്ഡ് ഹിസ് ഹൈംസ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് കോമൺ പീപ്പിൾ കുഡ് അണ്ടർസ്റ്റാൻഡ്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു കീർത്തനങ്ങൾ ആര് രചിച്ചിരുന്നത്? നമ്മുടെ കബീർ അവിടെ രചിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദോഹകൾ എന്ത് ചെയ്തത്? ജനങ്ങളെ ഏറെ അവിടെ ആകർഷിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത മറ്റൊരു കാര്യമാണ് ഹിന്ദു മുസ്ലിം സാഹോദര്യം. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. ഹി റിമൈൻഡഡ് ദാറ്റ് ഹിന്ദു ആൻഡ് മുസ്ലിംസ് ആർ ദ വെസൽസ് ഓഫ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. അതായത് ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളായിട്ടാണ് ഹിന്ദു മുസൽമാൻ എന്ന് അദ്ദേഹം അവിടെ ഓർമ്മിപ്പിച്ചു. ഓക്കെ, പിന്നെ അതേപോലെ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതെല്ലാം അർത്ഥശൂന്യമാണ്, അതൊന്നും ഒരു ഉപകാരം ഇല്ലാത്തതാണെന്ന് ആര് ചെയ്തു? നമ്മുടെ ഈ പറയുന്ന കബീർ അവിടെ വാദിച്ചു. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, എന്തൊക്കെയാണ് കാസ്റ്റ് സിസ്റ്റം? അൺടച്ചബിലിറ്റി, അതേപോലെ റിലീജിയസ് റിച്വൽ, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, ഐഡിയൽ വേർഷിപ്സ് എക്സെട്ര വെർ മീനിങ്ലെസ്. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകള്, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണ് എന്ന് ആര് വാദിച്ചു? നമ്മുടെ കബീർ അവിടെ വാദിച്ചു. കബീർ ക്രിട്ടിസൈസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, വെൽത്ത് എക്സെട്ര. അതായത് ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും എന്ത് ചെയ്തു? കബീർ അവിടെ വിമർശിച്ചു. കബീർ തോട്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് വർ ഇമ്മൻസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൂഫി ഐഡിയാസ്. ഭക്തി സൂഫി ആശയങ്ങളെ കബീർ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു? കബീറിന്റെ പ്രവർത്തനങ്ങൾ ഏറെ അവിടെ സ്വാധീനിച്ചിരുന്നു കേട്ടോ. ഓക്കെ, ഏറെ അവിടെ സ്വാധീനിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് സൂഫിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മുടെ സൂഫി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരം സൂഫിയെ കാണിച്ചിരുന്നു. ഓക്കെ, എന്നിട്ട് ആ സൂഫി ഒരു വടി എടുത്തിട്ട് തന്നെ തല്ലാനൊക്കെ വന്നിരുന്നു ക്ലാസിന്റെ ഇടയിൽ. ഓക്കെ, ആ സൂഫിയുടെ പേര് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ
നെക്സ്റ്റ് പോയിന്റ്, ഹി ഓൾസോ ഇഗ്നോർഡ് ദ എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻ. മതപാരമ്പര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും അവിടെ നിരാകരിച്ചിരുന്നു. കബീർ, ഹു ബിലീവ്ഡ് ഇൻ ഫോംലെസ് ഗോഡ്, പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. അരൂപിയായ ദൈവത്തിലാണ് കബീർ വിശ്വസിച്ചിരുന്നത്. ഭക്തിയെ മോക്ഷമാർഗമായിട്ട് പ്രചരിപ്പിക്കുകയും ആര് ചെയ്തിരുന്നു? കബീർ അവിടെ ചെയ്തിരുന്നു. കബീർ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്ത് ഹിസ് ഡിസിപ്പിൾസ് ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും എന്ത് ചെയ്തു? അവിടെ സഞ്ചരിച്ചു. ഓക്കെ, യെസ്. അടുത്തത് ഗുരു നാനാക്ക്. ഓക്കെ, സാറ് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നപ്പോൾ കണ്ട്. ഓക്കെ, ഗുരു നാനാക്ക്. സോ ഗുരു നാനാക്ക് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ഓർക്കേണ്ടത്? അവിടെ സിക്കിസം കേട്ടോ, സിഖ് മത സ്ഥാപകൻ എന്നുള്ളത് ആദ്യം അവിടെ ഓർത്തിരുന്നേക്കുക. ഓക്കെ, അപ്പോൾ ഗുരുനാനാക്കിനെ കുറിച്ച് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഗുരുനാനാക്ക് ഈസ് അറ്റംപ്റ്റഡ് ടു ഹാർമണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാനായിട്ട് ഗുരുനാനാക്ക് എന്ത് ചെയ്തു? അവിടെ ശ്രമിച്ചു. ഇനി അദ്ദേഹം ജനിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 15th സെഞ്ച്വറിയിൽ നമ്മുടെ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. ഓക്കെ, പഞ്ചാബിലെ ഷെയ്ഖ്പുരയിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഹി ട്രാവൽഡ് വിത്തിൻ ദ ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും എന്ത് ചെയ്തു? അവിടെ സഞ്ചരിച്ചു. ഗുരുനാനാക്ക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. മതങ്ങളുടെ നിരർത്ഥകമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഗുരുനാനാക്ക് എന്ത് ചെയ്തിരുന്നു? അവിടെ എതിർത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗുരുനാനാക്ക് ആയാലും കബീർ ആയാലും അവരുടെയൊക്കെ ഐഡിയ ഏകദേശം സെയിം ആണെന്ന് മനസ്സിലായല്ലോ. അതായത് മീനിങ്ലെസ് റിച്വൽസിനെയൊക്കെ അവിടെ എതിർക്കുകയാണ് എന്ത് ചെയ്തത്? അവരവിടെ ചെയ്തത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഹി പ്രൊമോട്ടഡ് ദ ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗോഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. ഏകദേശം ഇവരുടെ ഐഡിയാസ് ഒക്കെ സെയിം ആണ്. തുല്യത, സാഹോദര്യം, അതേപോലെ സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ പ്രോത്സാഹിപ്പിച്ചു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡിയോളട്രി, പിൽഗ്രിമേജ് എക്സെട്ര വർ റിജക്റ്റഡ് ബൈ ഹിം. അതായത് ജാതി വിവേചനം, നമ്മുടെ വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവ എന്ത് ചെയ്തു? അവിടെ നിരാകരിച്ചു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, economic inequality was questioned and the people were encouraged to abstain from using intoxicants. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. കൂടാതെ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉപയോഗത്തെ കുറിച്ചിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? കൃത്യമായിട്ട് അവിടെ പറഞ്ഞു. He emphasized the importance of the langar or community kitchen where all classes the people could eat together. അതായത് ഈ കബീർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പുറത്തോട്ട് വന്ന് ഗുരുനാനാക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് നിർത്താനും ജനക്ഷേമത്തിന് വേണ്ടിയിട്ടും അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇതിനെതിരെ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു ഇവർ രണ്ടുപേരെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാം. എല്ലാവരും ഈക്വൽ ആയിട്ട് കാണണം എന്നുള്ളൊരു ലെവലിലൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന ലാങ്കർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം അവിടെ വ്യക്തമാക്കി. ഹിസ് ഐഡിയാസ് ലേറ്റർ പേവ്ഡ് ദ വേ ഫോർ ദ ഫോർമേഷൻ ഓഫ് സിക്കിസം. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് അവിടെ വഴി തെളിച്ചു. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കാണ് ഇമ്പാക്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലും കൂടിയുള്ള പോയിന്റ്സ് എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഒരു സ്റ്റാർ ഇട്ട് വെച്ചേക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ എയിം ഓഫ് ദ ഭക്തി മൂവ്മെന്റ് വാസ് ദ ഡെഡിക്കേഷൻ ഓഫ് വൺസ് ഫേവറേറ്റ് ഡയറ്റി ത്രൂ മ്യൂസിക് ആൻഡ് ഡിവോഷൻ. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം എന്ത് ചെയ്തത്? അവിടെ രൂപം കൊണ്ടത്. Later, the movement was able to bring about progressive change in India's social and religious spheres. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹ്യവും അതേപോലെ മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഭക്തി പ്രസ്ഥാനത്തിന് അവിടെ സാധിച്ചു. ഓക്കെ, ഇപ്പോൾ ഒരു 2 പോയിന്റ്സ് ഈ ഒരു സ്ലൈഡ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പോയിന്റ്സ് കൃത്യമായിട്ടൊന്ന് ടെക്സ്റ്റ് നോക്കിയിട്ട് അവിടെ വായിച്ചേക്കണം കേട്ടോ എല്ലാവരും. ഭക്തി മൂവ്മെന്റ്സ്, ഇമ്പാക്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് കഴിയാറായി. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സൂഫി മൂവ്മെന്റ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കണം. സൂഫി പ്രസ്ഥാനത്തെ പറ്റിയിട്ടും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, സൂഫി മൂവ്മെന്റ്. അപ്പോൾ ആരാണ് സൂഫി? നമ്മുടെ ക്ലാസ്സിൽ സൂഫി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സിൽ ഒരു സൂഫി നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു പാട്ടൊക്കെ വെച്ചിട്ട്. ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദ സൂഫീസ് were those who accepted
those who accepted bhakti as a means to approach God. ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗമായിട്ട് സ്വീകരിച്ചിരുന്നവരായിരുന്നു ആരെന്ന് പറയുന്നത്? സൂഫികൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സൂഫി സ്കോളേഴ്സ് തോട്ട് വൺ ഓഫ് ദ വേസ് ടു അച്ചീവ് ദിസ് വാസ് ദ ഡിവോഷണൽ സിംഗിങ്. അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഭക്തിഗാന ആലാപനമാണെന്നാണ് ഈ പറയുന്ന സൂഫി വര്യന്മാർ അവിടെ കരുതിയിരുന്നത്. They traveled among the common people and propagated Sufi principle. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? സൂഫി തത്വങ്ങൾ അവിടെ പ്രചരിപ്പിച്ചു. Emphasis was given to the concept of monotheism, അതായത് ഏകദൈവ വിശ്വാസം, അതേപോലെ ഫ്രറ്റേണിറ്റി, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യ സ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് എന്ത് ചെയ്തു? അവിടെ പ്രാധാന്യം നൽകി. സൂഫി ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. അതായത് മധ്യ ഏഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? സൂഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൂഫിസത്തിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയേക്കണം കേട്ടോ. അതേപോലെ സൂഫി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും ലാസ്റ്റ്, അതുകൂടെ ഒന്ന് നോക്കിയേക്കണം. ദ റൂളേഴ്സ് ഹിയർ ബിഗാൻ ടു പേ മോർ അറ്റൻഷൻ ടു വേൾഡി പ്ലഷേഴ്സ് ലൈക്ക് വെൽത്ത്, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. അന്നത്തെ കാലത്ത് അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബരം തുടങ്ങിയ ലൗകിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് സച്ച് എ ട്രെൻഡ് ദാറ്റ് ദ സൂഫി മൂവ്മെന്റ് എമർജ്ഡ്. സോ ഇത്തരം പ്രവണതകൾക്ക് എതിരെ ഉയർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സൂഫി പ്രസ്ഥാനം എന്നവിടെ പറയുന്നത്. ഓക്കെ, ദ സൂഫി മൂവ്മെന്റ് റീച്ച്ഡ് ഇൻ ഇന്ത്യ ബൈ 12th century. 12ാം നൂറ്റാണ്ടോടെയാണ് ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിയത്. എമംഗ് 12 സൂഫി സെക്ട്സ് നോൺ ആസ് സിൽസില, അതായത് സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹറവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിലോട്ട് എത്തിച്ചേർന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 12ഓളം സൂഫി സെക്സുകളുണ്ട്, അതായത് 12 വിഭാഗങ്ങളുണ്ട്. ആ 12 വിഭാഗങ്ങളിൽ ചിസ്തി, അതേപോലെ സുഹ്രവർദി എന്ന് പറയുന്ന വിഭാഗങ്ങൾ അഥവാ സിൽസിലകളാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിലോട്ട് എത്തിയിരുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ഏകദേശം കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വുമൺസിന്റെ ആ ഒരു സെക്ഷനൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഒക്കെ ഉണ്ട്, അതുകൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ദ ഐഡിയാസ് ആൻഡ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് എറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിൽ നിന്നാണ് ഒരു ചോദ്യം വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ചോദ്യം അവിടെ വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി രണ്ടാമതായിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇതേപോലെ ആദ്യം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അവിടെ ചോദിക്കുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ സിഗ്നിഫിക്കന്റ് റോൾ ഓഫ് വുമൺ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് ദ റോൾ ഓഫ് വുമൺ ഇൻ ഭക്തി മൂവ്മെന്റ് എന്നുള്ളത് നോക്കിയേക്കണം. വാട്ട് വേർ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരു നാനാക്ക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഗുരുനാനാക്ക് സ്വീകരിച്ചെന്നുള്ളത് അതിൻ്റെ ആൻസർ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള സെക്ഷനിൽ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് വുമൺസ് എന്നുള്ള ഒരു സെക്ഷൻ എന്ത് ചെയ്യുക, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ മെറ്റീരിയലിലും അതൊന്ന് നോക്കിയേക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേക്കുക. ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ സ്ത്രീകളുടെ പ്രധാന പങ്കിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക. മതസഹിഷ്ണുതയുടെ സാർവത്രിക സാഹോദര്യത്തിന്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഗുരുനാനാക്ക് സ്വീകരിച്ച മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? 2 മാർക്ക്. അപ്പോൾ ഇതേപോലെയുള്ള 5 മാർക്കിന്റെ ആക്ടിവിറ്റീസ് ആയിട്ടായിരിക്കുള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഏകദേശം ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തുക. ഇത്രയായിരുന്നു ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എന്ത് ചെയ്യുക, ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം